ഫിക്സ് ചെയ്താൽ മതി. ഇതേപോലെ കോർത്തിട്ട് ഫിക്സ് ചെയ്ത് കൈ എടുക്കട്ടെ. ഇതേപോലെ ചുറ്റി പോകാതിരിക്കുന്ന ബ്ലൂ ഡ്രോപ്പിന്റെ ഗമ്മോ അല്ലെങ്കിൽ സ്പിരിറ്റ് ഗമ്മോ ഡബിൾ ടേപ്പ് ചിലപ്പോൾ പറയാൻ പോവാണെങ്കിൽ ആ ടേപ്പ് അവിടെ ഒട്ടിയിരിക്കും. അതേ കാണാത്ത ട്രാൻസ്പെറന്റ് ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് താഴെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഗ്ലൂ ഡ്രോപ്സിന്റെ ഗമ്മാണ്. അതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കും അത് ഫിക്സ് ചെയ്താൽ നമ്മൾ ആ കോർത്തിന്റെ ബാക്കി ത്രെഡിൽ ജസ്റ്റ് നോട്ട് ചെയ്യാം. നമ്മളൊരു ചെറിയ ഹെയർ പിൻ വെച്ചിട്ട് അതിനൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കും. ബാക്കി ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കൂടുതൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് അടുത്തത് കീപ്പ് അപ്പ് ചെയ്താൽ. ഇത് നമ്മൾ ആദ്യം കെട്ടിയിരിക്കുന്ന പോണിയില്ലേ, ആദ്യം കെട്ടിയിരിക്കുന്ന പോണിയില് വാർമുടി തിരുപ്പൻ ഇതേപോലെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ത്രെഡ് കെട്ടി നമ്മള് വാർമുടി അറ്റാച്ച് ചെയ്യും. നിങ്ങളെങ്ങനെ വാർമുടി അറ്റാച്ച് ചെയ്യുന്നത് പണ്ട് കെട്ടിയിട്ട് അതിന് പുറത്ത് കൊണ്ടുപോയിട്ട് കെട്ടുകയല്ലേ ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുന്നത് അറിയോ, നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വലിയും, ഇവിടെ ഫുള്ള് ഫ്ലാറ്റ് ആയിരിക്കും. നമ്മളത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈസിയുള്ള നമുക്ക് ഒന്നിനും ബന്ധപ്പെടാതിരിക്കുന്നത് ഈ ഒരു പോണിയാണ്. ഈ പോണി നമ്മൾ ആവശ്യമില്ലാതെ ബാക്കിയുള്ള ഹെയർ എടുത്ത് ചെയ്ത പോണിയാണ്. അതേസമയം ഈ ഹെയറിൽ കൊണ്ടുവന്ന് അത് കെട്ടുവാണെങ്കിൽ ഇവിടെ തൊള്ളതുകൊണ്ട് പിന്നെയും വലിയ നമ്മൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ ആ പോണിയിൽ ഇത് ഫിക്സ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഇത്രേ ഉള്ളൂ. ഇവിടെ വോളിയം മുടിക്ക് വോളിയം കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ നമ്മുടെ ടോണറ്റിന്റെ ഹെൽപ്പ് എന്തെങ്കിലും എടുത്തവിടെ നല്ലൊരു വലിയൊരു ബണ്ണാക്കും. എന്നാൽ നമുക്ക് അവർ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഫ്ലവർ കാണണം എന്ന് പറയും. അപ്പൊ നമുക്ക് ചെവിയുടെ ഭാഗത്ത് കാണാനായിട്ട് നമുക്കിവിടെ വോളിയം വേണം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത മുടിയുടെ പീസസ് ഉണ്ടെങ്കിൽ അത് നെറ്റിലാക്കിയിട്ട് അവിടെ ഒരു ബൺ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ടോണറ്റിന്റെ ഹെൽപ്പ് എടുക്കാം.
അല്ലെങ്കിൽ ഇതേപോലുള്ള ബനാന ബഡ്സ് എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബനാന ബഡ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് ഫിക്സ് ചെയ്ത് അവിടെ വോളി ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡോണറ്റ് പീസ് എടുത്തിട്ട് തന്നെ കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം. ഫ്ലാറ്റ് ആക്കുമ്പോൾ ഫ്ലാറ്റ് ആക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ റൗണ്ട് അപ്പ് വേണമെങ്കിൽ റൗണ്ട് അപ്പ് ആക്കി വെക്കാം. അത് നമ്മുടെ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. എന്തോ ഉള്ളിൽ കൂടി വരുമ്പോ കൂടി ചാടില്ലേ? ഇങ്ങനെ വരുമ്പോ ഒരു ഇതായില്ലേ? ഇവിടെ ചാടി വരും. അപ്പൊ നമ്മുടെ സിറ്റുവേഷൻ എന്താ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ ചെയ്യും. ഇതാകുമ്പോ കുറച്ചുകൂടി ഫ്ലാറ്റ് ആയി പോകും. കണ്ടോ കണ്ടോ ഇത് ഫ്ലാറ്റ് ആവും. അപ്പൊ ഇവിടെ പൂ ഓടായിട്ട് പുറകിലേക്ക് പോകില്ല. മറ്റേ ഇതൊരു എക്സ്ട്രാ വരുമ്പോഴേക്കും അവിടെ പൂ പിന്നെ തെങ്ങോ അല്ലേ? ഇതാ ഫുൾ ഫ്ലാറ്റിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഫ്ലവർ സെറ്റ് ചെയ്യാം. നമ്മൾ ആ യൂപ്പിൻ കുത്തിയതിനെ ഇറക്കിയാണ് ടൈറ്റൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഹെയർ പിൻ വെച്ചതിന് യൂപ്പിൻ കുത്തിയതിന് ശേഷം ഹെയർ പിൻ വെച്ചതിന് ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഇവിടെ പ്രോപ്പർലി എന്തായാലും ടൈറ്റൻഡ് ആയിരിക്കണം. എന്നാൽ ആ ഫ്ലവർ സെറ്റ് ചെയ്യുമ്പോഴേക്കും അത് ഇരിക്കുള്ളൂ. അത്ര നേരം അവർക്ക് ഇരിക്കണ്ടേ? എന്തായാലും അവർ എല്ലാം ചെയ്ത് വരുമ്പോഴും 10-12 മണിക്കൂർ 10 മണിക്കൂറിന് മേളിൽ പോകും ചില ബ്രൈഡ്സ്. നമ്മളൊക്കെ 3 മണിക്കൊക്കെ ചിലപ്പോൾ പോയി ഒരുക്കുന്നത്. ഫംഗ്ഷൻ അവർ കഴിയുമ്പോൾ എത്ര മണിയാവും? 8-9 മണിയൊക്കെ ആവും. ചെയ്തതിനു ശേഷം നമ്മളിവിടെ ബാക്കി ഹെയർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഹെയർ നെറ്റ് ഇട്ട് അതിനെ കംപ്ലീറ്റ്ലി ഒന്ന് ക്ലീൻ ചെയ്യും. ഫ്ലവർ സെറ്റിംഗ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണ്.